ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില അടിസ്ഥാന വിവരങ്ങൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോകമഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്കയാണ്. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ ആൻഡ് നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമയാണ്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്കയാണ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്കയാണ്. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം രാവിലെ 8:15. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 3 ദിവസം കഴിഞ്ഞ്, ഹിരോഷിമയിൽ വർഷിച്ച് 3 ദിവസം കഴിഞ്ഞ് 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പകൽ 11:02. രണ്ട് സമയങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഹിരോഷിമയിൽ വർഷിച്ച സമയം 8:15 രാവിലെ. രണ്ടാമത് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം രാവിലെ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം 3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ് മാൻ. ഫാറ്റ് മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം 4670 കിലോഗ്രാം. 2 കിലോഗ്രാം. ശ്രദ്ധിക്കണം, ലിറ്റിൽ ബോയ് എന്ന ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4400 കിലോഗ്രാം. അതേസമയത്ത് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ ഭാരം 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നീളം 3.3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സേനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തുവിൻ്റെ പേര് പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ ഉപയോഗിച്ചത് യുറേനിയം 235 ആണെങ്കിൽ പ്ലൂട്ടോണിയമാണ് നാഗസാക്കിയിൽ ഉപയോഗിച്ചത് 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? അമേരിക്കയിലെ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിനുള്ള പ്രതികാരമായാണ് അമേരിക്ക ജപ്പാനിൽ ബോംബ് വർഷിച്ചത്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം AIOI ബ്രിഡ്ജായിരുന്നു. ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസക്കിയാണ്. പെൺകുട്ടിയുടെ പേര് ശ്രദ്ധിക്കണം, സഡാക്കോ സസക്കി. സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതി പോരുന്നു? അത് ലോകസമാധാനത്തിൻ്റെ പ്രതീകമായി കരുതി പോരുന്നുണ്ട്. ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ചാണ് സഡാക്കോ സസക്കി മരിച്ചത്. 2 അണുബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണ് സുറ്റോമു യമഗുച്ചി. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനമാണ് പഗ്വാഷ്. പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പഗ്വാഷ്. പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബെർട്രാൻഡ് റസൽ, ജൂലിയോ ക്യൂറി ആൻഡ് കാൾ പോൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്
മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യപ്പേര് ട്രിനിറ്റി എന്നാണ്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരാണ് മാൻഹട്ടൻ പ്രൊജക്റ്റ്. മാൻഹട്ടൻ പ്രൊജക്റ്റ് എന്ന വഴിയിലൂടെയാണ് അമേരിക്ക അണുബോംബ് വികസിപ്പിച്ചെടുത്തത്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം ദിവസവും 1945 ജൂലൈ 16 ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേരാണ് ട്രിനിറ്റി ടെസ്റ്റ്. അത് നടത്തിയത് 1945 ജൂലൈ 16 മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ റോബർട്ട് ഓപ്പൺ ഹൈമറാണ്. ആറ്റം ബോംബിൻ്റെ പിതാവ് അറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമർ തന്നെയാണ്. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാക്കുഷ എന്നാണ്. ഹിബാക്കുഷ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ പറയുന്ന പേരാണ് ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടനബാധിത ജനത എന്നാണ്. സ്ഫോടനബാധിത ജനത. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീനർ കോയറാണ്. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് പ്രൊഫസർ എസ് ശിവദാസാണ്. അതൊരു മലയാള പുസ്തകമാണ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമയാണ്. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൻഷു ദ്വീപുകളാണ്. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ക്യുഷു ദ്വീപുകളാണ്. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയമാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഒലിയാണ്ടർ പുഷ്പമാണ്. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാനാണ്, രാജസ്ഥാനിലെ പൊക്രാനാണ്. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യ അണു വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ, ഗെറ്റ് ഔട്ട് യു ഡാമൻഡ് എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈനാണ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് ആൻ ഫ്രാങ്ക് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതിയാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് കിറ്റി എന്നാണ്. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജപ്പാൻ്റെ സൈന്യമായിരുന്നു. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണയാണ്. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ബാബയാണ്. പാക് അണുബോംബിൻ്റെ പിതാവ് അബ്ദുൽ ഖാദിർ ഖാൻ എ ക്യു ഖാൻ എന്നും അറിയപ്പെടും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ഹിരാഹിറ്റോയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. ലോകത്താദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. ഉദയസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലറാണ്. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് കേപ്പ് എന്നാണ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ ദ്വീപ് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, UNO.